നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുൻഗണന വിഭാഗം റേഷൻ കാർഡുകളുടെ അംഗങ്ങളുടെ ഈ KYC അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലർക്കും കുറേ സംശയങ്ങൾ കാണും. അതിൻ്റെ കുറച്ച് മറുപടികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാർഡുകളിലെ അംഗങ്ങളാണ് ഈ KYC അപ്ഡേഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് പറഞ്ഞിരിക്കുന്നത് മഞ്ഞയും പിങ്കും കാർഡുള്ളവരെയാണ്, ആ കാർഡിലെ അംഗങ്ങളുടെയാണ് ഈ KYC അപ്ഡേഷൻ ചെയ്യേണ്ടത്. അതുപോലെ ഈ കാർഡുകളിലെ എല്ലാ അംഗങ്ങളും തന്നെ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. ഈ സംസ്ഥാനത്തെ ഏത് റേഷൻ കടയിൽ പോയി വേണമെങ്കിലും നമുക്ക് ഇത് അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. അതെല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചെല്ലണമെന്നില്ല, പലതവണയായിട്ട് ചെയ്യുന്നാലും മതി. അപ്പോൾ ഇത് അപ്ഡേഷനുമായിട്ട് നമ്മൾ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കയ്യിൽ കരുതേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ, അതുകൂടാതെ റേഷൻ കാർഡോ അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ ആ 10 അക്ക നമ്പർ തെറ്റാതെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കണം. കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ അവിടെ നമുക്കിപ്പോൾ റേഷൻ കടയിൽ പോയി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യങ്ങൾ ഇതുവരെ സർക്കാർ നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെയും, ഇതുവരെ ആധാർ കാർഡ് എടുക്കാത്ത കുട്ടികളുടെയും അതുപോലെ ഈ വിരലടയാളം പതിയാത്തവരുടെയും അതിനെക്കുറിച്ചും സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതും അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും. പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ അവരുടെയും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നിലവിൽ മാർച്ച് 31 വരെയും ഡേറ്റ് തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവും അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കണം. അതുപോലെ നീല വെള്ള കാർഡുകൾ യൂസ് ചെയ്യണവർ അവരിപ്പോൾ അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, സപ്ലൈകോയിലോ അക്ഷയ സെൻറ്ററുകളിലോ ഇത് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളുടെ റേഷൻ കടയിലുള്ള ഈ പോസ് മെഷീനിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ മാസം മാർച്ച്, അതായത് 2024 മാർച്ച് 15, 16, 17 തീയതികളിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ പോയി ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ദിവസങ്ങളിൽ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഈ KYC അപ്ഡേഷൻ സാധിക്കുന്നതാണ്. പിന്നെ അത് നീട്ടോ എന്നറിയില്ല. അത് നീട്ടിയാൽ അല്ലെങ്കിൽ ഇതിന് നീട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പലർക്കും ഇങ്ങനൊരു സംശയം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു.